നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും പല ആലോചനകളിലൂടെയും പല അനുഭവങ്ങളിലൂടെയുമാണ്. എന്നാൽ ആ കാല് വെച്ചെടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകാൻ, അത് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ നിമിഷം മാത്രം മതി. അവിടെ ഞാൻ ഇരിക്കാൻ ഒരു യുഗങ്ങൾ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് പോരാൻ, പിൻവലിഞ്ഞു പോരാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ കഷ്ടപ്പാടുണ്ട്. ആർക്കാണ് അവനവന്റെ വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും? വിധിയിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നാണ് ബാക്കി സിദ്ദീഖ് പറയുന്നത്. ആ വിധിയുടെ ലക്ഷ്യം നമ്മളായി മാറുന്നുണ്ട്. മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്, ഓരോ തീരുമാനങ്ങളെക്കുറിച്ച്. നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും പല ആലോചനകളിലൂടെയും പല അനുഭവങ്ങളിലൂടെയുമാണ്. ഒരുപാട് നാളത്തെ അന്വേഷണം, ഒരുപാട് നാളത്തെ അലച്ചിൽ, ഒരുപാട് നാളത്തെ ആലോചന, ഇവയൊക്കെയാണ് ഒരു തീരുമാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു നിമിഷ നേരത്തെ ആലോചന മതി അത്രയും ദീർഘമായ ആലോചനകൾ കൊണ്ട് എടുത്ത തീരുമാനത്തെ വേണ്ടെന്ന് വെച്ച് തിരികെ നടക്കുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കൊരു സ്ഥലത്ത് കാലുറപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് നമ്മൾ അധ്വാനിക്കേണ്ടി വരും. ദീർഘമായ ഒരു ചിന്ത ഒരു പക്ഷേ ഒരു തീരുമാനത്തിന് പുറകിലുണ്ടാകും. എന്നാൽ ആ കാല് വെച്ചെടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകാൻ, അത് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ നിമിഷം മാത്രം മതി. ഒരു ആലോചനയും വേണ്ടതില്ല. ഈ യാഥാർത്ഥ്യത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരുപാട് അധ്വാനിച്ച് വലിയ ഉന്നതിയിലെത്തിയ ആളുകൾ നിമിഷ നേരത്തെ അശ്രദ്ധ കൊണ്ട് തോറ്റുപോകുന്നത്, വീണുപോകുന്നത്, കാലിടറിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരമൊരു പ്രതിഭാസത്തെയാണ് ദാഗ് ദിൽ ഹംകോ യാദ് ആനെ ലഗി എന്ന് തുടങ്ങുന്ന ഗസലിലൂടെ ബാക്കി സിദ്ദീഖി എന്ന് പറയുന്ന ഉറുദു കവി നമുക്ക് മുമ്പിൽ വെക്കുന്നത്. ഈ ദാഗ് ദിൽ ഹംകോ യാദ് ആനെ ലഗി എന്നുള്ള ഗസലിലെ 2 ഈരടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ഈരടിയിലാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ ഊന്നി പറയുന്നത്. കവി പറയുന്നത് ഇങ്ങനെയാണ്: ഇക് പൽ മേ വഹാ സെ ഹം ഉഠേ ബൈഠനെ മേ ജഹാ ജമാനെ ലഗി. एक पल में वहां से हम उठे बैठने में जहां जमाने लगी. വളരെ അർത്ഥവത്തായ ഒരു ഈരടിയാണ്. ഞാനൊരു നിമിഷം കൊണ്ട് എഴുന്നേറ്റ് പോയ ഈ സ്ഥലമുണ്ടല്ലോ, അവിടെ ഞാൻ ഇരിക്കാൻ ഒരു യുഗങ്ങൾ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഈരടിയാണ്. ഒരു വളരെ വലിയ തത്വചിന്തയാണ് ഈ ഈരടിയിലൂടെ യഥാർത്ഥത്തിൽ കവി മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എഴുന്നേറ്റ് പോരാൻ, പിൻവലിഞ്ഞു പോരാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് ആലോചിച്ചു. ഈ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോരാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ആ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ കഷ്ടപ്പാടുണ്ട്. ഒരു ബന്ധം നിലനിർത്തിപ്പോകാൻ അതിനേക്കാൾ കഷ്ടപ്പാട്. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചാണ് ബാക്കി സിദ്ദീഖി പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് ഒട്ടനവധി തവണ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഈരടിയിൽ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് തൊട്ടു പിറകെ അദ്ദേഹം കുറിച്ചിടുന്ന മറ്റൊരു ഈരടിയുണ്ട്. അത് വളരെ മനോഹരമാണ്. വിധിയെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. നമ്മുടെ വിധിയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് ആ ഈരടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്: അപ്നി കിസ്മത് സെ ഹേ മഫർ കിസ്കോ തീർ പർ ഉഠ്കെ ഭി നിശാനെ ലഗി. അപ്നി കിസ്മത് സെ ഹേ മഫർ കിസ്കോ. ആർക്കാണ് അവനവന്റെ വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും? ആ ചോദ്യം ചോദിച്ചതിന് ശേഷം കവി പറയുന്നത് എന്താണെന്നറിയോ? തീർ പർ ഉഠ്കെ ഭി നിശാനെ ലഗി. ഞാൻ ഈ അമ്പിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ ഈ അമ്പിന്റെ ലക്ഷ്യമായി മാറുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ആരാണ്
ഈ വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നത്. വിധിയിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നാണ് ബാക്കി സിദ്ദീഖ് പറയുന്നത്. നിങ്ങൾ എത്ര ഒളിച്ചോടാൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ വിധിയാണ് എന്ന യാഥാർത്ഥ്യത്തെയാണ് ബാക്കി സിദ്ദീഖ് ഇവിടെ വരച്ചു വെക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് തീർക്കുക. നേരത്തെ പറഞ്ഞ ഈരടിയും ഈ ഈരടിയും ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയെടുത്ത ഈ ഇരിപ്പിടം, ആ ഇരിപ്പിടത്തിൽ നിന്ന് ഒരു ക്ഷണനേരത്തെ ചിന്ത കൊണ്ട് എഴുന്നേറ്റ് പോകുന്നത്, അല്ലെങ്കിൽ ആ വിധി മായ്ച്ചു കളയാമെന്ന് ധരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ആർക്കാണ് ആ വിധിയിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കുക? നമ്മൾ ആ അമ്പിനൊപ്പം സഞ്ചരിക്കുന്ന സമയത്തും, വിധിയാകുന്ന അമ്പിനൊപ്പം സഞ്ചരിക്കുന്ന സമയത്തും ആ വിധിയുടെ ലക്ഷ്യം നമ്മളായി മാറുന്നുണ്ട്. നമ്മൾ അറിയാതെ ആ വിധിയുടെ ലക്ഷ്യത്തെ സാധൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് സാഫല്യത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വിധി എന്ത് എന്ന് നമുക്കറിയില്ലല്ലോ. ആ കിസ്മത്തിനെ നമ്മൾ സഫലമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളതിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആ വിധിയിലേക്ക് നമ്മെ എത്തിക്കുകയാണ് എന്നതാണ് ആ യാഥാർത്ഥ്യത്തെയാണ് ബാക്കി സിദ്ദീഖ് ഈ വരികളിലൂടെ വരച്ചിട്ടുള്ളത്. മറ്റു ചില ഈരടികളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.